എനിക്ക് തോന്നുന്നത് മധു അടുത്ത ഇലക്ഷൻ നിൽക്കുന്നോന്ന് ചോദിച്ചു രാജു ഇബ്രഹാം. ഇത് ഒട്ട് ആ ബഹളം കാരണം വോട്ട് മുഴുവൻ പോയി. ഇല്ലല്ലേ? ഇപ്പൊ ഈ അന്താരാഷ്ട്ര വിഗ്രഹ വിൽപ്പനക്കാര് വലിയ ഗ്രൂപ്പുണ്ടല്ലോ, അവരുമായിട്ടൊക്കെ കോടതിയൊക്കെ സംശയിച്ച് പറഞ്ഞു, അവരുമായിട്ടൊക്കെ തന്നെ ഈ ആളുകൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ബന്ധമുണ്ടോ എന്ന് പോലും കോടതി സംശയിച്ചൊരു അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഇതിലൊക്കെ അങ്ങയുടെ ഒരു നിഗമനം? തീർച്ചയായിട്ടും. അതായത് വിഗ്രഹം കടത്തുക എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റിക് വാല്യൂ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷനെ പോലും ലണ്ടനിലെല്ലാം വെച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് ഇന്ന തൂക്കും ഇന്ന ആൾ തന്നതാണ് എന്ന് വരയ്ക്കും അവിടെ എഴുതിയിടേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്ര പെട്ടെന്ന് ഇന്ത്യയിൽ നിന്ന് കടത്തണമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റുന്ന ഒരു സംഭവമല്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഒന്നില്ല, അവർ പ്രൂഫ് കൊടുക്കണം, ഇത് എൻ്റെയാണ്, ഇല്ല എൻ്റെ ഇല്ലത്തിൻ്റെയാണ്, എൻ്റെ സംഭവമാണ്, എൻ്റെ കസ്റ്റഡിയിലാണ്. ദാറ്റ് ക്യാൻ ബി ടേക്കൺ, ദാറ്റ് ഗോസ് വിത്തൗട്ട് സെയിങ്. അവരല്ലാത്തൊരു സാധനം കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ആൻറ്റിക് വാല്യൂ എന്നെല്ലാം പറയുന്ന ഒരു സംഭവം, അങ്ങനെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു പരിമിതിക്കപ്പുറം പോകാൻ പറ്റില്ല. 500 കോടി 5000 കോടി 10,000 കോടി ഒന്നും കൊടുത്തെടുക്കാൻ ഓപ്ഷൻ ഒരു സങ്കല്പം മാത്രമേ ഉള്ളൂ. അത് എൻ്റെ ഒരു നിഗമനം മാത്രം പറയണം. ഈ UB ഗ്രൂപ്പ്, നമ്മുടെ വിജയമല്യ ഒന്നും ഇപ്പൊ രംഗത്തില്ല, UB ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പൊ അവര് ആരെങ്കിലും ബന്ധപ്പെട്ടോ ഇത് കഴിഞ്ഞ്? അതായത് അവരെന്താ പറയുന്നത്? ഇപ്പൊ SIT തന്നെ നേരിട്ട് ഇതിൽ ഒപ്പിട്ടിരിക്കുന്ന SR ജയകുമാറിനെ വിളിച്ച് ചോദിച്ചായിരുന്നു ഇതിനെപ്പറ്റി എന്താ സംഭവം. എൻ്റെ ഒരു നിയമത്തിൽ പറയാം, SR ജയകുമാർ അവരൊക്കെ വെറുതെ നിരീക്ഷണത്തിന് വേണ്ടിയിരുന്നു, അവർക്ക് ഈ സബ്ജക്റ്റ് അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇതെങ്ങനെയാണ്, ഇങ്ങനെ എഴുതി വെക്കണം, ഇതിങ്ങനെ എഴുതി വെക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരോട് ഇത് ചോദിക്കാമെന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കോടതിക്ക് കൊടുത്തിരുന്ന ലെറ്ററുണ്ട്, 30 കിലോ 219 ഗ്രാം യൂസ് ചെയ്തിട്ടുണ്ട്, ഇന്ന പ്രോസസ്സിലാണെന്ന് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം കഴിഞ്ഞു. അവിടെ ബാക്കി അവിടെ ഉണ്ടോയെന്നോ അത് ശരിക്കും വെച്ചിട്ടുണ്ടോ ഇതൊന്നും നോക്കേണ്ട അവകാശം അവർക്കില്ല. ഈ പറഞ്ഞ പോലെ ഇവരാണ് കസ്റ്റോഡിയൻ. ദെൻ കോടതി ബിക്കംസ് എ കസ്റ്റോഡിയൻ ഓഫ് ദാറ്റ്. പ്ലസ് ശബരിമല ദേവസ്വം ബോർഡ് ഓൾസോ ബിക്കംസ് എ കസ്റ്റോഡിയൻ ഓഫ് ദാറ്റ്. അങ്ങനെ കസ്റ്റോഡിയൻ ആയിരിക്കുന്ന സമയത്ത് ഇത് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇത് ശരിയായ രീതിയിൽ മഹസ്സർ രേഖപ്പെടുത്തി കൊണ്ടുപോകാൻ പാടില്ല. അത് വേറൊരു കാര്യം. ആ പ്രിമിസസിൽ വെച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ കൊണ്ടുപോയത് തന്നെ അവിടെ തെറ്റാ. ഫസ്റ്റ് കൊണ്ടുപോയത് അനുമതിയില്ലാണ്ട്. ഇനി അനുമതിയില്ലാണ്ട് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ചെമ്പ് പാളിയാണെന്ന് എഴുതി വെച്ചത്, അത് വേറൊരു സംഭവം. അപ്പൊ ഇതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചന, അത് ഉറപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.